എൻ്റെ പേര് പാർവതി. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ആഫ്റ്റർ +2 ACC എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ACC വേണം എന്ന് വിചാരിച്ച് ഞാൻ ACC എടുത്തതാണ്. ഞാൻ പേപ്പർ എക്സംഷനോടുകൂടി പാസ്സായി. ഞാൻ ഫസ്റ്റ്ലി SBL പേപ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, SBLനെക്കാട്ടി സാറിൻ്റെ ക്ലാസ് ഈസ് സോ ഗുഡ്, നീ അത് പ്രിഫർ ചെയ്യുന്നവർക്ക് നിൻ്റെ കരിയർ എനിക്ക് നല്ലതായിരിക്കും, എൻ്റെ ഒരു ക്യാരക്ടർ വൈസും എൻ്റെ ഒരു പഠിത്ത വൈസും ഒക്കെ വെച്ചിട്ട് അതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ച് എന്നെക്കൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, സാറ് നല്ലതാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം ഫീഡ്സിലൊക്കെ പുള്ളിക്കാരൻ്റെ ഇത് വരുമായിരുന്നു. പിന്നെ എൻ്റെ സീനിയർ ബാച്ചിൽ കുറച്ച് ആളുകളും SBR ഇവിടെ നിന്ന് തന്നെയാണ്, മിഷേൽ സാറിൻ്റെ അണ്ടറിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ SBR എടുത്തത്. ഫ്രാങ്ക്ലി പറയാമല്ലോ, നല്ല ക്ലാസ്സാണ്. നമുക്ക് ഒരു ബേസ് ഇല്ലാത്തൊരു കുട്ടിക്ക് വന്ന് ക്ലാസ് കണ്ടാലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. കാരണം പുള്ളി അറിയില്ല എന്ന് പുള്ളിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി 3 or 4 വട്ടം പുള്ളി പറയും. പുള്ളിക്ക് അതിനൊരു മടിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പുള്ളി പറഞ്ഞ പുള്ളി അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പുള്ളിക്കത് മനസ്സിലാവണമെങ്കിൽ പുള്ളി അങ്ങനെ ആയതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പുള്ളിക്ക് ഓക്കെയാണ്. പുള്ളി അങ്ങനെ നമുക്കൊരു മടുപ്പ് തോന്നില്ല പുള്ളിയോട് പറയാൻ. സാർ ഇങ്ങനെ ഡൗട്ട് ഉണ്ടെന്നോ അങ്ങനെ ഒരു ഇത് തോന്നില്ല. സാറ് സൂപ്പറാണ്. നമുക്ക് ഫ്രാങ്കായിട്ട് സാറിനോട് സംസാരിക്കാം. അങ്ങനെ ആണ് ഞാനിവിടെ സൈലത്തിലേക്ക് വന്നത്. പിന്നെ ഞാൻ സൈലത്തിൻ്റെ തന്നെ നീറ്റ് കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ സൈലം തന്നെ ചൂസ് ചെയ്തത്. സത്യം പറയാം, ഞാൻ നീറ്റ് അനന്തു സാറിൻ്റെ ആ ഫസ്റ്റ് ഈ സൈലം ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ആ ഒരു സമയത്ത് അവരുടെ നീറ്റ് കോച്ചിങ് ഒക്കെ ചേർന്ന് ഓൺലൈൻ സെക്ഷൻ ആയിരുന്നു. അങ്ങനെ അത് ക്രാഷ് കോഴ്സ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടെ തന്നെ ചേരാൻ എനിക്ക് പിന്നെ ഒരു ആലോചനയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു, ഇവിടെ തന്നെ ചേർന്നു. ഫസ്റ്റ് ഡേ അല്ല ഞാൻ കയറിയത്, സെക്കൻഡ് ഡേ ആണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ക്ലാസ് മിസ്സാവുമോ എന്നുള്ളത്. എനിക്കതിലൊരു ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് പിന്നെ വീഡിയോ സെക്ഷൻസ് അയച്ചു തന്നു. സാർ എങ്ങനെയാണോ ക്ലാസ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് വീഡിയോ സെക്ഷനിൽ വരുന്നത്. ഈവൻ ആ ക്യാമറ വരെ സാറിൻ്റെ കൂടെ പോകും. അത്രയും നല്ല ടെക്നോളജി വൈസ് ദേ ആർ ഇമ്പ്രൂവിങ്. അത്രയും വേറെ ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല. ഞാൻ വേറെ ഓൺലൈൻ സെക്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് യൂട്യൂബിലേക്കായാലും AI ട്രാക്കിംഗ് ഉള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളിലേക്ക് അത്രയും ഗുഡായിട്ട് ക്വാളിറ്റിയിൽ സാധനം എത്തിക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളി ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈവൻ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും നമുക്ക് ഒരു ഇത്രയും കൊച്ചി പൊതുവെ ചൂടാണ്. അപ്പോൾ നമുക്ക് AC കാര്യങ്ങൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് പിന്നെ ബോർ അടിക്കുവാണെന്ന് പുള്ളിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി പിന്നെ പഠിപ്പിക്കില്ല. പുള്ളി കുറച്ച് ഞങ്ങളെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഞങ്ങൾക്ക് ബ്രേക്ക് തന്ന് പിന്നെ വീണ്ടും പഠിപ്പിക്കും. അങ്ങനെ നമുക്കൊരു മുഷിച്ചിൽ വരില്ല. അതില്ല, പുള്ളി സൂപ്പറായിട്ട് പഠിപ്പിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ സാറ്റിസ്ഫൈഡാണ് ഇവിടുത്തെ ക്ലാസ്സിൽ. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ഇവൻ എൻ്റെ ഒരു സിബ്ലിങ്സ് വരെയാണ് ഞാൻ പറയും, നിങ്ങൾ സാറിൻ്റെ ക്ലാസ്സിന് പോകുന്നതായിരിക്കും, സൈലത്ത് പോകുന്നതായിരിക്കും ബെറ്റർ. എല്ലാം കൊണ്ടും ബെറ്ററാണ്. കാരണം നമുക്ക് തരുന്ന മെറ്റീരിയൽ ആയാലും സാറ് എല്ലാം, ഈവൻ നമ്മൾ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല, അതിനകത്ത് സമ്മറൈസ് ചെയ്ത് തന്നെ സഹിതം എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് സൈലത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.